ഹായ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പൊതുവേ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലേ? അപ്പം ചിലർ പറയാറുണ്ട്, ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്ന് വയറ് വീർക്കുന്ന പോലെ, അല്ലെങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിക്കുന്ന ഫുഡ് മുകളിലോട്ട് എടുക്കുന്നത് പോലെ. ഇനി അത് മാത്രമല്ല, ആഹാരത്തിനോട് തന്നെ ഒരു വല്ലാത്തൊരു വെറുപ്പ്, അങ്ങനെ വല്ലാതൊരു വയറ് വീർക്കുന്ന ഒരു അവസ്ഥ. ഈ വയറ് വീർക്കൽ മാത്രമൊന്നും അല്ല കേട്ടോ, വായു ശരീരത്തിൽ പല സ്ഥലത്ത് കയറി വിലങ്ങുന്നുണ്ട്, ശ്വാസം മുട്ടുന്നുണ്ട്, ഇത് ഇവിടെ ഒന്ന് ഞെക്കി അങ്ങനെ വായു പോകും എന്ന് പറയുന്ന ഒരുപാട് പേര് ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. അപ്പം ഞാൻ ഡോക്ടർ കവിതാധീർ, ഞാൻ ഒരു ആയുർവേദ ഫിസിഷ്യനാണ്. 17 വർഷമായിട്ട് ആയുർവേദ രംഗത്തുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് സംഭവിക്കുന്നത്. ഇനി 5 ഹോം റെമഡീസ്. അപ്പോൾ ഈ ഒരു 5 ഹോം റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പം തുടങ്ങുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ദഹന ശക്തി അല്ലെങ്കിൽ അതിനെ നമ്മളൊരു കുക്കിംഗ് ഒരു ഫയറിനോട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ കുക്കിംഗ് ഫയർ എന്ന് പറയുമ്പം അതിനൊരു ഫ്ലെയിം ലോ ആണ് എങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും കൊണ്ടിടുമ്പം എന്താണ് സംഭവിക്കുക? അത് അണഞ്ഞു പോകും അല്ലേ? ഇനി അത് ആളി കത്തുവാണെങ്കിലോ? ശരീരത്തിനകത്ത കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ആളി കത്തുവാണെങ്കിൽ അവിടെ നമുക്ക് ആസിഡിറ്റി പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ബോഡിക്ക് നമുക്കൊരു സ്ട്രെങ്ത് അല്ല, ഒരു വീക്ക്നെസ് ആണ് സംഭവിക്കുന്നത്. അത് നമ്മുടെ ടിഷ്യൂസിനൊക്കെ തന്നെ ആയാലും ഹാനികരമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഇതിനെ സമസ്ഥിതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് സമദോഷ സമനിഷ്ഠ എന്നാണ് പറയുന്നത്. അപ്പോൾ സമമായ അഗ്നിയായിട്ട് നിലനിർത്തുക. ആ സമമായ അഗ്നിയായിട്ട് നിലനിർത്തുമ്പോൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം വരുന്നത്. ഇനി നമുക്കൊന്ന് നോക്കിയാലോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മളുടെ അഗ്നിയെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റി. അതായത് മന്ദാഗ്നിയിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഈ ഒരു മന്ദാഗ്നി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ അഗ്നിയുടെ ഒരു ശക്തി ഭയങ്കര രീതിയിൽ കുറയുക നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ ദഹന അഗ്നിക്ക്. അപ്പോൾ ഈ ദഹന അഗ്നി ഭയങ്കര മന്ദമായിട്ടാണ് പോകുന്നതെങ്കിൽ ഫുഡ് നന്നായിട്ട് ദഹിക്കത്തില്ല. അപ്പോൾ ഈ ഫുഡ് നന്നായിട്ട് ദഹിക്കാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പാതി ഒരു ഫെർമെൻറ്റഡ് ഫോം എന്നൊക്കെ പറയില്ലേ, ആ ഫെർമെൻറ്റഡ് ഫോമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു സ്ഥലത്തിരിക്കുമ്പം നമുക്ക് ഇങ്ങോട്ട് പൊളിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരത്തില്ലേ, അതുകൊണ്ട് വരുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഇറഗുലർ ആയിട്ടുള്ള ഫുഡ് പാറ്റേൺ. അതായത് നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, നമ്മൾ കഴിക്കുന്ന സമയമൊക്കെ നമ്മൾ നീക്കി വെക്കും, സമയത്തിന് ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ രാത്രി വളരെ വൈകി കഴിക്കുക. ഇപ്പോൾ രാത്രി വളരെ വൈകി പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ആര് സഹായിക്കുന്നുണ്ട്? ആ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് നമ്മളിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും അല്ലേ? നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളെങ്കിലും ഉണ്ടാവും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അത് വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമയത്തിന് നമ്മൾ ആഹാരം കഴിക്കുക, നന്നായിട്ട് വിശന്നിട്ട് മാത്രം ആഹാരം കഴിക്കുക. അതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കേണ്ട ഒരു മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ, ഇപ്പോൾ പഴയ ഒരു കാലഘട്ടത്തിലായാലും നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി ഒരു പഴമെടുത്ത് കഴിക്കുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ പഴങ്ങൾ കഴിക്കേണ്ട ഒരു പ്രത്യേക സമയത്തും ആഹാരം കഴിക്കേണ്ട ഒരു പ്രത്യേക സമയത്തുമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിരുദ്ധാഹാരത്തിന് പല കോമ്പിനേഷൻസ് നമുക്ക് ഡെയിലി കാണാം. പാലിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുക, തൈര് നട്ടപ്പാതിരയ്ക്ക് കഴിക്കുക, ഇങ്ങനത്തെ ഒരുപാട് വിചിത്രമായ ആചാരങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ടല്ലേ. പക്ഷെ ഇതൊക്കെ നമ്മുടെ ദഹന വ്യവസ്ഥേനെ താറുമാറിലാക്കിക്കൊണ്ടിരിക്കുകയെ. ഇനി മൂന്നാമത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലരുണ്ട് അവർ പറയുന്നത് എനിക്ക് വിശക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഓൾറെഡി മന്ദമായിരിക്കുന്ന അഗ്നി, അതിലേക്ക് നമ്മൾ കുറെ കൂടെ ഡസ്റ്റ് വാരിയിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ട് തണയുന്നു അല്ലേ? അപ്പം ഈ 3 കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതല്ല. ഇനി 4ാമത്തെ കാര്യത്തിലോട്ട് പോയാലോ? 4ാമത്തെ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇല്ലാത്ത ആരാലേ ഇപ്പോൾ ഉള്ളത്? ഒന്നെങ്കിൽ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ കോളേജിലായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ അത് ശരിയായ രീതിയിൽ ദഹിക്കത്തൊന്നുമില്ല അല്ലേ? ഉറക്കം പിന്നെ പറയണ്ട. ഇപ്പോൾ കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആളുകളുടെ വരെയും ഉറക്കം 12 മണി, 1 മണി, 2 മണി ഈ ഒരു സമയങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഡെയിലി ഉറങ്ങി ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഹോർമോണൽ പ്രോബ്ലംസും നമ്മുടെ ദഹന പ്രശ്നങ്ങളും
ഒക്കെ വരാൻ വേറെ ഒരു കാരണവും നോക്കി പോകണ്ട. അപ്പം ഇതിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൃത്യനിഷ്ഠ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ നേരത്തെ കിടക്കുക, നേരത്തെ ഫുഡ് കഴിക്കുക എന്നീ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഒരു ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല രീതിയിൽ ഒരു ആശ്വാസം കിട്ടും. നമ്മുടെ ദഹന പചന വ്യവസ്ഥ നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്കൊരു ദഹന പ്രശ്നമുണ്ട്, എന്തൊക്കെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ആദ്യം ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തലേന്ന് നോക്കി പോവാം അല്ലേ. ഇപ്പം ചിലർ പറയാറുണ്ട് ഭയങ്കര അതികഠിനമായ തലവേദന, പ്രത്യേകിച്ച് മൈഗ്രെയിൻ്റെ തലവേദന. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ നസ്യം അല്ലെങ്കിൽ നിങ്ങൾ കുറേ കഷായങ്ങളും മരുന്നുകളും ഒക്കെ കഴിച്ചു നോക്കി, എന്നിട്ട് നിങ്ങളുടെ തലവേദന റെഡിയായില്ലെങ്കിലേ അവിടെ പ്രശ്നം നിങ്ങളുടെ വയറ്റിലാണ്. അതായത് നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്ന തലവേദനയാണ് അത്. ഓക്കെ, അപ്പം അത് കറക്റ്റ് ചെയ്യാതെ ഒരു മൈഗ്രെയിനും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, പടിക്കടി വരുന്ന തലവേദന. പിന്നെ ആണെങ്കിലോ നമുക്ക് നാക്കൊക്കെ നോക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ നാക്കിൽ ഭയങ്കര വെള്ള കോട്ടിങ് വരാൻ പാടില്ല. ഒരുപാട് വെള്ള കോട്ടിങ് ഉണ്ട്. അതിന് അർത്ഥം എന്താണെന്നറിയോ, നമ്മുടെ ശരീരത്തിനകത്ത് ദഹനം നല്ല രീതിയിൽ നടക്കുന്നില്ല. അപ്പോൾ കോട്ടഡ് ടങ് എന്ന് പറയാം. ഇനി കൊച്ചു കുട്ടികളായാലും മുതിർന്നവരായാലും ചില അടുത്തോട്ട് ഭയങ്കര വായുനാറ്റം നമുക്ക് ഫീൽ ചെയ്യില്ലേ, ഫുഡ് നന്നായിട്ട് ദഹിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ 3 ലക്ഷണങ്ങൾ മാത്രമല്ല, ഇനിയും പറയാൻ പോകുന്ന ലക്ഷണം എന്താണെന്ന് നോക്കാം. ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അകാരണമായ ക്ഷീണം. ഓക്കെ, അപ്പോൾ അതും നമുക്കൊരു നല്ല ലക്ഷണമല്ല. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥ പണി മുടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് ബോഡിക്ക് ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യണം, ഒരു ലഘുത്വം ഫീൽ ചെയ്യണം. അതാണ് ഹെൽത്ത്. അല്ലാണ്ട് നമ്മൾ വയറ് നിറയെ ഫുഡ് കഴിച്ച് അടങ്ങാൻ വയ്യ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഡെയിലി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദഹന വ്യവസ്ഥയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഓക്കെ, അപ്പം ഇത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഷൻ പോകുന്നതിനെ പറ്റി ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ മോഷൻ പോകുന്നത്? ഭയങ്കര കട്ടിയായിട്ടാണോ, അതായത് കോൺസ്റ്റിപ്പേഷൻ ഭയങ്കര കട്ടിയായിട്ടാണോ, അതോ ഇനിയും ഭയങ്കര ഒരു ദഹിക്കാതെ പോകുന്നത് പോലെയുണ്ടോ? കഴിക്കുന്ന ആഹാരം അത് നമ്മൾ മോഷനിൽ കാണുന്നുണ്ടോ? ഇതൊക്കെ ആയാലും നമ്മുടെ ദഹന വ്യവസ്ഥ കറക്റ്റ് അല്ല എന്നുള്ളത് തന്നെയാണ് റിനോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഹോം റെമഡീസും കുറച്ച് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തായാലും ഒരു കുറച്ച് ആഴ്ചകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഈ മാറ്റം കൂടെ നിങ്ങൾ നന്നായിട്ട് വരുത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കൂടെ കണ്ട് ഒന്ന് വയറ് റെഡിയാക്കി എടുത്താണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റും. എല്ലാത്തിനും നമ്മൾ ഗുളികേനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകല്ലേ. കുറേ കഴിയുമ്പോൾ ഈ ഗുളികളൊന്നും വർക്ക് ചെയ്യത്തില്ല. ആവശ്യമില്ലാത്ത സൈഡ് ഇഫക്റ്റും ഈ ഗുളികൾക്കുണ്ട്. നമ്മൾക്കൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ശരി. അപ്പം നമുക്ക് കുറച്ച് ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം ആദ്യം പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീരകം, അതുപോലെ നമ്മുടെ അയമോദകം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീരകം, അയമോദകം, ഒരിത്തിരി ചുക്ക്, ഇത് നമ്മൾ 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചിട്ട് നമ്മൾ കുടിക്കുക. അപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കും. വയറിനകത്തൊരു വായു കെട്ടുന്ന ഒരു ഫീലിങ്ങില്ലേ, അത് പതുക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ദഹന പ്രശ്നങ്ങൾ അതിഭീകരമായിട്ടുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഇഞ്ചി എടുക്കുക, ഇഞ്ചിയുടെ തൊലി കളയുക, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക, ഇത്തിരി ഉപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചവച്ചരച്ച് തിന്നുക. ചവച്ചരച്ച് തിന്നണം, ചതച്ചരച്ചല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയായാലും നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് കായപ്പൊടിയില്ലേ, നമ്മുടെ കായപ്പൊടി എന്ന് പറയുമ്പം അത് നമ്മൾ ഒരു നുള്ള് നമ്മൾ വെള്ളത്തിനകത്ത് തിളപ്പിച്ച് കുടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി നെയ്യുടെ കൂടെ കഴിക്കുന്നതോ ഒക്കെ കുറച്ചൊക്കെ നമ്മുടെ ദഹനത്തെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നന്നായിട്ട് വിശന്ന ശേഷം മാത്രം ആഹാരം കഴിക്കുക. വിശപ്പില്ലെങ്കിൽ ഒരു നേരം ആഹാരം ഒഴിവാക്കിക്കോളൂ, ഒരു കുഴപ്പവും വരത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് തലകറക്കം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ പറയുന്നത് മലരില്ലേ, നമ്മുടെ മലര് ഇട്ട് തിളപ്പിച്ച വെള്ളം, അതിനകത്തൊരു ഇത്തിരി ചുക്കും ഇത്തിരി ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ ബോഡിക്ക് നല്ലൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. വിശപ്പില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, കഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സ്ഥലത്ത് ചടഞ്ഞു കുത്തി ഇരിക്കുകയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പതുക്കെ ഒരു കുറച്ച് ദൂരം നമ്മൾ നടക്കുക. അങ്ങനെ കുറച്ച് ദൂരം നടക്കുന്നത് ശരിക്കും പറഞ്ഞിട്ട് നമ്മുടെ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, നട്ടുച്ച നേരത്തെ നമുക്ക് എന്താണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? രസം അല്ലെങ്കിൽ മോര് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രസം അല്ലെങ്കിൽ മോര് ഇൻക്ലൂഡ് ചെയ്യുമ്പം ഇതും നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വ്യായാമത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഇതിലും പറയുന്നു, വ്യായാമം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി നല്ല ലൈറ്റ് ആവുക.
അതുപോലെ ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കുമ്പം ഒരു 100% നമ്മൾ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. 75 അല്ല 80% മതി. ബാക്കി കുറച്ച് വെള്ളം കുടിക്കുക. പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുക. വയറ് നിറഞ്ഞാലേ ഞാൻ എഴുന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി വേണ്ട ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അതൊരു രോഗം ആണ് എന്നല്ല, ഒരു രോഗാവസ്ഥയിലോട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ അതൊരു രോഗത്തിലേക്ക് നയിക്കുന്നു. അതായത് നമ്മുടെ ശരീരം നമ്മുടെ അടുത്ത് പറയുകയാണ് ദയവ് ചെയ്ത് എന്നെ നിങ്ങളൊന്ന് കെയർ ചെയ്യൂ എന്നുള്ളതിനെ പറ്റി. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാസോ ആസിഡിറ്റിയോ അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നോളൂ. താങ്ക് യു.